ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു കുറച്ച് വിലയുള്ള അഗ്ലോണിമുകളും കൂടെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന്. അത് പക്ഷേ എനിക്ക് കിട്ടിയാലല്ലേ അങ്ങനെ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് വിലയുള്ള അഗ്ലോണിമകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാം തന്നെ പ്രൈസ് ഉള്ളവയാണ്, അതുകൊണ്ട് പ്രൈസൊന്നും സ്ക്രീനിൽ കൊടുത്തിട്ടില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അതുകൊണ്ടാണ് സ്ക്രീനിൽ പ്രൈസ് ടൈപ്പ് ചെയ്യാതിരിക്കുന്നത്. എല്ലാവർക്കും ഒന്നും ഇത് വാങ്ങാൻ പറ്റിയെന്ന് വരത്തില്ലല്ലോ. ഒന്നോ രണ്ടോ പ്ലാൻസൊക്കെ വാങ്ങാൻ പറ്റും. ആദ്യം കാണുന്നത് ഈ ഹെങ് ആണ്. ഹെങ്ങിന് അധികം വിലയില്ല. ഈ സൈസ് പ്ലാന്റാണ്. അടുത്തത് ഇത് ബ്ലാക്ക് എമറാൾഡാണ്. എല്ലാം തന്നെ ടോപ്പ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തവയാണ്. അങ്ങനെയുള്ള പ്ലാന്റ്സ് ഞാൻ വാങ്ങിയതാണ്, ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തതല്ല. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്, കണ്ടാൽ തന്നെ അറിയാമല്ലോ. അടുത്തത് കപ്പ് കേക്ക് എന്ന ഐഡിയയിൽ വന്നതാണ്. മിഡിലിൽ നല്ല പിങ്ക്, ഡാർക്ക് പിങ്ക് ഉള്ള ഒരു പ്ലാന്റാണ് കപ്പ് കേക്ക് അഗ്ലോണിമ. എല്ലാം തന്നെ ഈ കാണുന്ന സൈസാണ്. ഒന്നും തന്നെ ചെറിയ പ്ലാന്റ്സ് അല്ല, വലിയ പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ. അടുത്തത് സിയാം ഡയമണ്ട്. ഒരു പ്ലാന്റൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചാൽ തന്നെ അത്ര വലിയ റൗണ്ടിലുള്ള ഇലകളൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയായിരിക്കും ഒരു പ്ലാന്റ് വെച്ചാൽ തന്നെ. ഈ കാണുന്ന എല്ലാ പ്ലാന്റ്സും അങ്ങനെ സെയിലിനായിട്ടുള്ളവയാണ്. അടുത്തത് ഈ പ്ലാന്റാണ് സ്നോ മൗണ്ടൻ. അത് കുറച്ച് ചെറിയ പ്ലാന്റാണ് മറ്റ് പ്ലാന്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അടുത്തത് ഇന്ത്യാന ക്യൂനിൻ്റെ ഈ സൈസ് പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിലിനായിട്ട്. നല്ല ഡിമാൻഡുള്ളതും വിലയുള്ള പ്ലാന്റുമാണ്. പലരും ഇതിനോടകം എന്നോട് ചോദിച്ചൊരു പ്ലാന്റാണ് ഈ വൈറ്റ് ലെഗസി. കുറേ പേര് ചോദിച്ചതാണ് ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന്. ഇപ്പം അവൈലബിൾ ആണ്. അധികം സ്റ്റോക്കൊന്നുമില്ല, കുറച്ച് പ്ലാന്റ്സ് വീതമേ ഉള്ളൂ. വൈറ്റ് ലെഗസിയുടെ ഈ സൈസ് പ്ലാന്റ്. ഈ താഴെ കാണുന്നത് ഞാനിപ്പോൾ ചകിരിയിൽ ചോറിൽ ഇതിന് ഇപ്പം നട്ടതാണ്, അതുകൊണ്ടാണ് കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അടുത്തത് ഈ ഗ്രീൻ ലെഗസിയും പിങ്ക് ലെഗസിയും ബ്ലാക്ക് ലെഗസിയും അവൈലബിൾ ആണ്. അത് കോമൺ ആയതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഈ ഗ്രീനും വൈറ്റും കളറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ. അടുത്തത് ഈ റെഡ് ആപ്പിളിൻ്റെ പ്ലാന്റാണ്. ഇതാണ് സൈസ് വരിക. നല്ല ഡാർക്ക് റെഡ് കളറുള്ള പ്ലാന്റാണ്. കാണുന്നവർക്കെല്ലാം തന്നെ അറിയാമല്ലോ, ഇതിനെല്ലാം തന്നെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റുകളാണ്. ജിപേയാണ് പേയ്മെൻറ്റ് മോഡ് വരിക. DTDCയും സ്പീഡ് പോസ്റ്റും ത്രൂ പ്ലാൻസ് എല്ലാം അയച്ചു തരുന്നതാണ്. അടുത്തത് ഇത് ഇന്ത്യാന ക്യൂനും കിങ്ങും അവൈലബിൾ ആണ്. ഇതും ക്യൂൻ തന്നെയാണെന്ന് തോന്നുന്നു. ഈ രണ്ട് പ്ലാന്റും അവൈലബിൾ ആണ്. പിന്നെ എപ്പോഴും മിക്കവാറും കാണുന്ന നമ്മുടെ റയാൻ ഗോൾഡ്, അതും അവൈലബിൾ ആണ്. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ. ചിലർ ഗോൾഡൻ റയാൻ ഗോൾഡ്, ഗ്രീൻ കളർ റയാൻ ഗോൾഡും അവൈലബിൾ ആണ്. ഇത് ഗ്രീൻ എമറാൾഡ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതാണ് ഗ്രീൻ എമറാൾഡ് വരിക. നല്ല റൗണ്ട് ഇലകളൊക്കെ ആയിട്ട്. അടുത്തത് ഇത് ഫ്രോസൺ ആണ്, യെല്ലോ ഫ്രോസൺ. സാധാരണ കാണുന്ന തായ് ഫ്രോസണിൻ്റെ കളറിനേക്കാളും റെഡും യെല്ലോ കളറും കൂടുതലുള്ള പ്ലാന്റാണ് തായ് ഫ്രോസണിൻ്റെ കളർ ഒരു വേറെ കളർ വരില്ലേ. ഇത് ഒരു യെല്ലോ കളറും റെഡ് കളറും കൂടെ ഉള്ളൊരു പ്ലാന്റാണ്. ഒരെണ്ണം വലിയ പ്ലാന്റ് തന്നെയാണ്, നന്നായിട്ട് വലുതായ പ്ലാന്റാണ്. ഇനി സൺലൈറ്റിൻ്റെ വേരിയേഷൻ കൊണ്ടാകുന്നതാണോ എന്നും എനിക്ക് അറിയത്തില്ല. അടുത്തത് ഇത് പിങ്ക് എമറാൾഡിൻ്റെ ഈ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. മിക്കവാറും പലരും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, പലർക്കും ഉണ്ടായിരിക്കും, പലരും വാങ്ങി വെക്കണമെന്ന് വിചാരിക്കുന്നതാണ്. അടുത്തതാണ് പിങ്ക്
ക്യാബേജിൻ്റെ ഈ പ്ലാന്റ്, പിങ്ക് ക്യാബേജ്. അത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. പിങ്ക്, നല്ല പിങ്ക് കളറാണ് ഇലയുടെ മിഡിലൊക്കെ വരിക. ഇതാണ് ഇന്ത്യാന കിങ്. മുമ്പേ ക്യൂനാണ് കാണിച്ചത്. ഇന്ത്യാന കിങ്. ഇത് തിരിച്ചും ചിലർ പറയുന്നുണ്ട്, ഇതിനെ ക്യൂനാണെന്നും ചിലർ പറയുന്നുണ്ട്. പക്ഷേ ഇത് കിങ് ആണ്, ഇന്ത്യാന കിങ്. കിങ്ങും ക്യൂനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട് ചിലപ്പോൾ. ഈ പ്ലാന്റും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിളാണ്. ഗർഗിൻ്റെ ഈ പ്ലാന്റാണ്. ഗർഗ് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ്. അഗ്ലോണിമ ഗർഗ്. താങ്ക് യു ആൻഡ് സീ യു അഗൈൻ.